ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ക്യാരറ്റ് റൈസ് ആണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കാം നന്നായിട്ട്. ക്യാരറ്റൊക്കെ വളരെ നല്ലതാണ് നമ്മുടെ ശരീരത്തിനൊക്കെ. അപ്പോൾ മക്കൾക്കൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുത്ത് അവർ നല്ല ഇഷ്ടത്തോടു കൂടി കഴിച്ചോളും. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയിട്ട് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിലേ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അതത് സമയം നിങ്ങളുടെ ഫോണിൽ എത്തുകയുള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്കും കൂടി ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് പോവുകയുള്ളൂ. ഇതുവരെ ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തില്ലായിരുന്നു. ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ നമുക്ക് യോജിപ്പിച്ചെടുക്കാം. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്നതാണ്. ഇതിന് മറ്റു കറികളോ ഒന്നും വേണ്ട. ഇനി ഇതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. ഒരു മുട്ട നിങ്ങളുടെ അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1, 2, 3 ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നേ ഉള്ളൂ. ഇനി ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ മസാലയാണ്. ചിക്കൻ മസാല ചേർക്കുമ്പോൾ നല്ലൊരു മണമാണ് അതിന്. ഗരം മസാല ചേർത്ത് കൊടുത്താലും മതി. കൂടുതൽ ടേസ്റ്റ് ചിക്കൻ മസാല ചേർക്കുമ്പോഴാണ്. ഇതെല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ ചോറ് ചേർത്ത് കൊടുക്കാം. ഇത്രയും അളവിലാണ് ഞാൻ ചോറ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസാണ്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. എല്ലാ ദിവസവും 11:30 തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്കിതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. ഇത്രയും പരിപാടിയുള്ളൂ. കുറച്ച് മല്ലിയിലുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതും നല്ലൊരു ടേസ്റ്റ് തന്നെ കിട്ടും. ഉപ്പ് കുറച്ചുകൂടി കുറവായിരുന്നു. ചോറിടുമ്പോൾ ഉപ്പ് കുറവായിരിക്കും. അപ്പോൾ ചോറിലത്തേക്കും കൂടെ ഉപ്പ് വേണ്ടിയിട്ട് കുറച്ചുകൂടി ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. നല്ല സൂപ്പർ ടേസ്റ്റാണ്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി കുറച്ച് കുരുമുളക് പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടിയൊക്കെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ചേർത്ത് കൊടുക്കുന്നതാണ്. അത് ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും കൂടെ കിട്ടും. അപ്പോൾ അത് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. താങ്ക്സ് ഫോർ വാച്ചിങ്.